അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനിക്കും സുഖം. ഇന്ന് നല്ല അക്കൂറിൻ്റെ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. അത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു സ്പൂണ് ഇഞ്ചി ചതക്കിയത്, ഒരു സ്പൂണ് മുളക് പച്ചമുളക് ചതക്കിയത്, ഒരു സ്പൂണ് വെളുത്തുള്ളി ചതക്കിയത്, അതെല്ലാം കൂടി ഇട്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു 2 സ്പൂണ് നമുക്ക് മുളക് പൊടി ഇടാം. എന്നാലേ നല്ല പൊരിച്ചതിന് നല്ല രസം കിട്ടും. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ ഇടാം നമുക്ക്. എന്നിട്ട് നന്നായി നമുക്ക് സുർക്ക കുറച്ച് ഒഴിച്ച് നന്നായി നമുക്ക് കയ്യോടെ തന്നെ നമുക്കിത് നന്നായി സുർക്കയെല്ലാം കൂട്ടിയിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നമുക്കിത് മീൻ പൊരിക്കേണ്ട മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മസാല പുരട്ടി വെക്കാം. അരക്കൂറിയിൽ ഇങ്ങനെ ആക്കാം. നല്ല ഇതിൽ മസാല പിടിക്കണം. ഒരു അരമണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെരക്കിയിട്ട് വെക്കണം. ഇതുവരെ നമ്മൾ മീനോട് അയക്കൂറനോട് ബിരിയാണി വെച്ചിട്ടാ, ബാക്കിയെല്ലാം ബിരിയാണി ഞാൻ വെച്ച്. അപ്പം ഇത് മാത്രം ബാക്കിയാക്കുന്നുണ്ട്. നമുക്ക് ഇതും കൂടി നമുക്ക് ഇടാം. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മളെ ഇതാ അയക്കൂറെല്ലാം മസാല പുരട്ടി അടിപൊളിയാക്കി കുട്ടപ്പനാക്കിയിട്ട് ഇതാ ഞാൻ വെച്ചിട്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് ചൂടിൽ എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇനി റെസ്റ്റ് നമുക്ക് കൊടുക്കാം. പാവല്ലേ ഇത്, റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കേട്ടാ. അപ്പം നമുക്ക് നമ്മൾ അയക്കൂറ മീൻ പൊരിച്ചെടുക്കാൻ എണ്ണ ഒഴിക്കുന്നുണ്ട്. നന്നായി എണ്ണ ചൂടാവിട്ട് അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ അയക്കൂറ പൊന്നുമീനെ നമുക്ക് പൊരിച്ചെടുക്കാം. ചെറിയ തീയാക്കിയിട്ട് വേണം പൊരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ല ഇത് നമുക്ക് പൊരിഞ്ഞ് കിട്ടും. ഇനി നന്നായി കുറക്കാം. പൊരിയട്ടി അങ്ങനെ നമുക്ക് ഇത് പൊരിഞ്ഞൊന്ന് നോക്കാം. ഓരോന്നായിട്ട് മെല്ലെ ഒന്ന് നോക്കി നോക്കാം. ബിരിയാണിക്ക് നമുക്ക് നല്ലോണം പൊരിയേണ്ട ഇത് ഒരു മീഡിയം പൊരിഞ്ഞാൽ മതി. ഇത് നന്നായി ഇതൊന്ന് പൊരിയട്ടെ. അങ്ങനെ നമുക്ക് നമ്മളെ മീൻ നന്നായി പൊരിഞ്ഞ് ഇതാ ഈ സൈസിൽ വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. ഇനി നമുക്ക് പൊരിച്ചതിന് ശേഷം കാട്ടിക്കാം. അങ്ങനെ നമ്മൾക്ക് ഇതാ എല്ലാം പൊരിച്ച് എടുത്തു ഞാൻ. നമുക്ക് ഇതിലേക്ക് തന്നെ നമുക്ക് മസാലയാക്കാൻ പറ്റി. പൊരിച്ചതെല്ലാം ഇവിടെ റെഡിയായി. പൊരിച്ചത് റെഡിയായി. ഇതിലേക്ക് തന്നെ നമുക്ക് മസാലയാക്കാം. നമുക്ക് 5 നീരുള്ളി മുറിച്ച് നന്നായി നേർങ്ങനെ മുറിച്ച് 5 നീരുള്ളി മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ ആക്കണം. എന്നാലും നല്ല രസം കിട്ടും ചോറിന്. നന്നായി ഇത് ഒന്ന് വാടട്ടെ. കുറച്ച് ഉപ്പിടണം നമുക്ക്. നന്നായി വേഗം വാടിയെടുക്കും. കുറച്ച് ഉപ്പിടാം. 1 സ്പൂണ് ഉപ്പിടുന്നുണ്ട് ഞാൻ. നന്നായി ഒന്ന് വാടാൻ വേണ്ടി. അങ്ങനെ നമുക്കിത് അടച്ചു വെക്കാം. വാടട്ട് നന്നായി വാട. അങ്ങനെ നമുക്ക്
വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്നിച്ചന്നെ ഞാൻ ഇടുന്നുണ്ട്. ഇത് നന്നായി ഒന്നിത് ഇളക്കണം. നന്നായി ഒന്നിത് ഇതിൻ്റെ പച്ച ചോയെല്ലാം പോട്ട് മണം, പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും നല്ല പച്ച ചോയ പോട്ട് നന്നായി നമുക്കിത് അടച്ചു വെക്കാം. പച്ച ചോയ പോട്ട്. അങ്ങനെ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്നിച്ചന്നെ ഞാൻ ഇടുന്നുണ്ട്. ഇത് നന്നായി ഒന്നിത് ഇളക്കണം. നന്നായി ഒന്നിത് ഇതിൻ്റെ പച്ച ചോയെല്ലാം പോട്ട് മണം, പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും നല്ല പച്ച ചോയ പോട്ട് നന്നായി നമുക്കിത് അടച്ചു വെക്കാം. അങ്ങനെ നമുക്കിതിലേക്ക് തക്കാളി ഇടാം. ഒരു 4 തക്കാളിയാണ് ഞാൻ മുറിച്ചത്. നേർങ്ങനെയായിട്ട് മുറിച്ചിന്. ആ നേരിയായിട്ട് മുറിച്ചാൽ നമുക്കെന്താവും, വേഗം ഉടയും. മറ്റു ചരി ഉടയൂല, കല്ല് പോലെ നിൽക്കും. അടച്ച് വെക്കാം, വാടട്ട്. അങ്ങനെ മസാലയിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് ഇളക്കാം. അതിൻ്റെ പൊടികളെല്ലാം സ്വയം കൂട്ടും. ഇതിലേക്ക് തന്നെ ഞാൻ മല്ലിച്ചപ്പും പുതിനയിലയും ഇടുന്നുണ്ട്. മല്ലിച്ചപ്പും പുതിനയിലയും. ഇനി മല്ലിച്ചപ്പും പുതിനയിലയാണ് ഈ ബിരിയാണിക്ക് കൂടുതൽ നമുക്ക് വേണ്ടത്. അതിലേക്ക് തന്നെ ഞാൻ 2 സ്പൂണ് തൈര് ഒഴിക്കുന്നുണ്ട്. നന്നായി ഇത് നമുക്ക് ഇളക്കാം. മസാലൻ്റെ എല്ലാം മണം, നല്ല മണം മക്കളെ. നന്നായി ഇതൊന്ന് വടയട്ടെ. നമുക്ക് അടച്ചു വെക്കാം. പിന്നെ നമ്മളെ മസാല റെഡിയായി. ഇടാ നല്ല കളറും എല്ലാം വന്ന് മസാല ആയി. ഇനി നമുക്ക് ഇപ്പുറം ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ടില്ല എണ്ണ ഒഴിക്കുന്നുണ്ട്. ഉള്ളി പിന്നെ നമ്മൾ പൊരിച്ചത് ഒന്നായിട്ട് പൊരിച്ചിട്ട് എടുത്തു വെച്ചിന് അളൂരി. അപ്പോൾ കുറച്ച് വാരിയിടിയേ വീണ്ടും എണ്ണ കായിട്ട്. അങ്ങനെ വെളിച്ചെണ്ണയിൽ ഞാൻ 2 സ്പൂണ് പശു നെയ്യ് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളി പൊരിച്ചിട്ട് അളവിലാക്കിയിട്ട് വെക്കലാണ്. കുറച്ച് ഉള്ളി ഞാൻ ഇടുന്നുണ്ട്. പൊരിച്ചിന് എന്നാൽ അപ്പാട് വെള്ളം ഒഴിക്കാം. നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ബിരിയാണി വെക്കുമ്പോൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ കുറച്ച് എടുത്തിട്ട് ഇടേ വേണ്ടു. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് കമൻറ്റിൽ പറയണേ. എന്നിട്ട് നമുക്ക് 1 കിലോനരിക്ക് 1 പാട്ട വെള്ളം. ഞാൻ തനിമ അരിയാണ് ഞാൻ എപ്പോഴും വെക്കൽ. മറ്റൊരു അരി ഇവിടെ ആരും വയ്ക്കൂല. അതുകൊണ്ട് തനിമ അരി മാത്രമേ ഇവിടെ വയ്ക്കൂ. ഇതിലേക്ക് ഞാൻ കറുവപ്പട്ട ഏലക്കലും ഇടുന്നുണ്ട് കേട്ടോ. നന്നായി വെള്ളം ഇവിടെ തിളച്ചു. അതിലേക്ക് ഞാനിതാ തനിമ അരി 1 കിലോനരി നന്നായി കഴുകി ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് ഇളക്കാം. ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം നമുക്ക്. കുറച്ച് ഉപ്പ് കുറവുണ്ട്. അത് ഈ വെള്ളത്തിൻ്റെ വെള്ളം ആറണത്രയല്ലേ, ആറിയിട്ടാകുമ്പോൾ നമുക്ക് അത് ശരിയാക്കാം. എന്നാൽ അടച്ചു വെക്കാം വേവട്ട്. അങ്ങനെ നമുക്ക് ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞത് ഞാൻ ഇതിൻ്റെ ഒഴിക്കുന്നുണ്ട്. എന്താ ചോറ് ഒന്നിൻ്റെ അപ്പുറം പറ്റൂലല്ല, ചോറ് പറ്റാതിരിക്കും. അങ്ങനെ നന്നായി ഇതൊന്ന് ഇളക്കിയത് നമുക്ക് അടച്ചു വെക്കാം.
അങ്ങനെ നമ്മളെ ചോറ് ഇടാ. ഇതാ നമ്മുടെ ചോറ് തനിമാരി അരിയുടെ ചോറ് ഇടാൻ റെഡിയായി. ഇനി നമുക്ക് ദമ്മിടുന്നത് കാണാം. അടച്ചു വെക്കാം. ചോറ് നമ്മളിവിടെ റെഡിയായി. ദമ്മിടാൻ വേണ്ടിയിട്ട് പോകുന്നു. മസാല ഇടുന്നില്ല ഇതിലേക്ക്. ഉള്ളി പൊരിച്ചത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മല്ലിച്ചപ്പ് ഇടാം. അതിലേക്ക് കളർ കുറച്ച് കളറേ ഞാൻ ചെയ്യുന്നില്ല. ഓണം കളറാകുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ദമ്മിടാം. മസാല വേറെ തന്നെ വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മസാല കൂടുതൽ വേണ്ട. അപ്പോൾ പിന്നെ അവർ വയ്ക്കാതെ പിന്നെ നമ്മ മസാലയിൽ വയ്ക്കുന്നത് ശരിയല്ലല്ലോ. അവർക്ക് മസാല ഇല്ലാത്തതാ രസം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എനിക്ക് എൻ്റെ പറയാണ്ട് വന്ന മോൻ പറഞ്ഞിട്ടിപ്പോൾ പോകുന്നുണ്ട്. 26-ാം തീയതി എൻ്റെ മോൻ പോകുന്നു ഗൾഫിലേക്ക്. അതും കൂടി ഞാൻ പറയാം. എങ്ങനെയുണ്ട് ദമ്മിടുന്നത്? നല്ല രസമില്ലേ കാണാൻ? ഇങ്ങനെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം എല്ലാവരും. എന്നിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ. ഇത് ദമ്മിട്ടിട്ട് നമുക്ക് എല്ലാം ആയതിന് ശേഷം ഒന്ന് കാണാം. അങ്ങനെ നമുക്ക് ഇത് ദമ്മിട്ടിട്ട് വേണം അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. മല്ലിച്ചപ്പ് ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു കാണാനൊരു ഭംഗിയുണ്ടല്ലോ. ഉള്ളി പൊരിച്ചത് എങ്ങനെയുണ്ട് കണ്ടിട്ട് പറയണേ. ഇതിൻ്റെ കമൻറ്റ് വരണം. നമുക്കിത് അടച്ചു വെക്കാം. ചെറിയൊരു തീയിൽ നമുക്കിത് വെക്കാം. ചെറിയ തീയിലൊന്ന് ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ മസാല ഇട റെഡിയായി. മീൻ പൊരിച്ചത് ഞാൻ അയക്കൂറ പൊരിച്ചത് ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. എൻ്റെ ആവശ്യത്തിന് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാമല്ലോ. ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ കുട്ടികളാകുമ്പോൾ മസാലയോടെ വയ്ക്കുന്നില്ല. അപ്പോൾ ഓരോരു മസാല ഓരോരു പൊരിച്ചതും എടുത്തിട്ട് നമുക്ക് ചോറിൽ വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ നല്ല രസമില്ലേ കാണാൻ? ഇങ്ങനെ ചെയ്യണം കേട്ടോ എല്ലാവരും. അങ്ങനെ മക്കളെ നമ്മളെ ബിരിയാണി അയക്കൂറ ബിരിയാണി ഇവിടെ റെഡിയായി. ഇപ്പം ഞാൻ വെയ്ക്കാനിരിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. മരുമക്കളും ഞാനും എല്ലാവരും ചോറ് വെയ്ക്കാനിരുന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് വെയിച്ച് നോക്കട്ട് എങ്ങനെയുണ്ട് എന്നറിയണ്ടേ ഞാൻ വെച്ചത്. പിന്നെ നിങ്ങൊന്നും വരൂലല്ലോ മക്കളെ. ഞാൻ എന്നെ തിന്നിട്ടല്ലേ ഈ രസം പറയണ്ട്. ബിസ്മില്ലാ ഒക്കെ പറയുന്നേ. ഉമ്മ വേഗം വെയിച്ചിട്ട് കാട്ടിക്ക് എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അവൻ എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നിച്ച് എല്ലാവരും കൂടിയിട്ട് വെയ്ക്കാനിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരണം മക്കളെ ചോറ് വയ്ക്കാൻ. പിന്നെ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.